ആനകൾ ഇടയുന്നതും ഓടുന്നതുമൊക്കെ ഇന്നൊരു പതിവ് കാഴ്ചയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ വിദഗ്ധ സമിതി ആന പരിപാലനവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്ന. എഴുന്നള്ളത്തിൽ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നതാണ് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നത്. ആനകൾ തമ്മിലുള്ള അകലം 5 മീറ്റർ ആയിരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ശുപാർശ. അതോടൊപ്പം തന്നെ എഴുന്നള്ളത്ത് സമയത്ത് ആനകളും ജനങ്ങളും തമ്മിലുള്ള അകലം അതൊരു 10 മീറ്റർ ഉറപ്പാക്കണം എന്നുകൂടി ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നു. ആനയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് സർക്കാർ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കിയിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ശുപാർശ. അതോടൊപ്പം തന്നെ ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ പരമാവധി വേഗത എന്നത് 25 കിലോമീറ്റർ ആയിരിക്കണം. 2.5 മണിക്കൂറിൽ കൂടുതൽ ആനകളെ തുടർച്ചയായി യാത്ര ചെയ്യിക്കരുത്. അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആനകൾക്ക് ഒരു അരമണിക്കൂർ വിശ്രമം നൽകിയ ശേഷം മാത്രമേ യാത്ര തുടരാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ആനകൾക്ക് തുടർച്ചയായി 4 ദിവസത്തിലധികം ജോലി ചെയ്യിക്കരുത്. അതായത് എഴുന്നള്ളത്താണെങ്കിലും മറ്റു ജോലികളാണെങ്കിലും നാട്ടാനകളെ 4 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നത് ആനകളുടെ റിട്ടയർമെൻറ്റ് പ്രായത്തിൽ കൃത്യമായൊരു പ്ലാൻ വിദഗ്ധ സമിതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. 65 വയസ്സാണ് ആനകളുടെ റിട്ടയർമെൻറ്റ് പ്രായം. ആ റിട്ടയർമെൻറ്റ് പ്രായത്തിൻ്റെ കാര്യത്തിൽ മറ്റിളവുകൾ ഒന്നും തന്നെ വേണ്ട എന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ 65 വയസ്സ് കഴിഞ്ഞ ആനകളുടെ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിന് ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതാണ് കോർപ്പസ് ഫണ്ട്. തുടർച്ചയായി 3 ചട്ടലംഘനങ്ങൾ ഉണ്ടായാൽ ഈ നാട്ടാനകളെ പിടിച്ചെടുക്കണം. അതിനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തണമെന്നതാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ആനയുടെ പേര് എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന ഒരു ശീലമുണ്ട്. അത് വേണോ എന്ന കാര്യം കോടതി പരിശോധിക്കണമെന്നാണ് ഈ വിദഗ്ധ സമിതി പറയുന്നത്. കാരണം ഇത്തരത്തിൽ പേര് എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കുന്നത് ഒരു വാണിജ്യ താല്പര്യമായിട്ടാണ് ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള റിപ്പോർട്ടാണ്. ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതുമൊക്കെ തന്നെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും അതിൽ ഒരു നടപടി കോടതിക്ക് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഈ നാട്ടാന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ ചട്ട നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ കരട് കൂടി പരിശോധിച്ച ശേഷമാണ് ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്.